Hello students. In the last class we were dealing with statistical and programming techniques. അതെന്താണെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. In this class we are looking into the details of statistical technique and programming technique. So first we can see what is statistical technique. It is purely based on the statistical data. നമ്മൾ പ്രൈമറി സോഴ്സിൽ നിന്നോ സെക്കൻഡറി സോഴ്സിൽ നിന്നോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനെയാണ് കളക്ട് ചെയ്ത ഡാറ്റേനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക. ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിൽ നമ്മൾ കുറേ ടെക്നിക്കുകളും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഫോർമുലാസൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ, പ്രോബബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് തിയറി, കോറിലേഷൻ, റിഗ്രഷൻ, അനാലിസിസ് ഓഫ് ടൈം സീരീസ്, then index numbers, interpolation and extrapolation, survey technique, ratio analysis, statistical inferences, analysis of variance, statistical quality control, തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇങ്ങനെ കുറേ ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ടെക്നിക്കുകളിൽ എല്ലാത്തിലും എന്താ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് വി ഷുഡ് കളക്ട് ഡാറ്റ ഫ്രം എ പ്രൈമറി ഓർ എ സെക്കൻഡറി സോഴ്സ്. Then after collecting this data we are analyzing this data by using different statistical techniques. For example, ഇപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ഒരു നമ്മൾ ടൂളാണ്, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ആ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്താണ്? അവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, അനാലിസിസ് ഓഫ് വേരിയൻസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റാണ് അനോവയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം എഫ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, ഈ ഒരു ഡാറ്റ വെച്ച് നമ്മൾ എഫ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നു, ദെൻ അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ പല പല സയൻറ്റിഫിക് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസും അല്ലെങ്കിൽ ടെക്നിക്കുകളിലേക്കൊക്കെ ഈ ഡാറ്റ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടില്ല. ആ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പം, ആ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടും. ആ ഡാറ്റേനെയാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അവിടെ എന്താണ്? ഈ ടെക്നിക്കുകളിലൂടെ മാത്രമാണ് നമ്മൾ ഡാറ്റേനെ ഇവാലുവേറ്റ് ആൻഡ് അനാലിസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രോഗ്രാമിംഗ് ടെക്നിക്. അപ്പോൾ പ്രോഗ്രാമിംഗ് ടെക്നിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ ഞാൻ പറഞ്ഞു, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, ആ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു എല്ലാ ടെക്നിക്കുകളും ക്യാരി ഔട്ട് ചെയ്യുന്നത്, ദെൻ ഇവാലുവേഷൻ. ഓക്കെ, പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ എന്തായിരിക്കും? നമ്മൾ തന്നെ ഡാറ്റ കളക്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ കളക്റ്റഡ് ഡാറ്റയെ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെക്നിക്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം നമ്മൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണമെന്നൊന്നുമില്ല, ആ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡൊന്നും നമ്മളവിടെ ഫോളോ ചെയ്യുന്നില്ല. കളക്റ്റഡ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെക്നിക്ക് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ വരും? ഡിസിഷൻ തിയറി, ഗെയിം തിയറി, സിമുലേഷൻ, വെയിറ്റിംഗ് ലൈൻ, അങ്ങനെ ഒരുപാട്. ദെൻ അതർ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, സെർച്ച് തിയറി, ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, പാരാമെട്രിക് പ്രോഗ്രാമിംഗ്, തിയറി ഓഫ് റീപ്ലേസ്മെൻറ്റ്. ഇങ്ങനെ നിരവധി ടെക്നിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും വളരെ സ്പീഡിൽ പറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി വരുന്ന പോർഷനുകളിൽ നമ്മൾ ഈ ഒരു ടെക്നിക്കുകളെക്കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ടെക്നിക്കൊന്നുമില്ല, നമ്മൾ ഈ ഒരു നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ പറഞ്ഞ കാര്യങ്ങൾ, റിഗ്രഷൻ, കോറിലേഷൻ, അനോവ, ഇൻഡെക്സ് നമ്പേഴ്സ്, ദെൻ റേഷ്യോ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും, പിന്നെ പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ നമ്മൾ പറഞ്ഞ ലീനിയർ പ്രോഗ്രാമിംഗ്, ദെൻ സിമുലേഷൻ, ദെൻ അതേഴ്സിൽ വരുന്ന നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരും ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത് ജസ്റ്റ് നെയിം മാത്രം മെൻഷൻ ചെയ്ത് പോകുന്നത്. പിന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുമില്ല. ഓക്കെ, ദെൻ അപ്പോൾ ഈ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. സോ our next area is ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും എന്തിൻ്റെ ബേസിസിലാണ്?
ഡിജിറ്റ്സ് നമ്പേഴ്സിൻ്റെ ബേസിസിലാണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഒരു കാര്യത്തെ ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്താണ് നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ചില മെഷേഴ്സ് ഒന്നും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ, ആ ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേഷനിലൊക്കെ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും എന്നല്ലാണ്ട് നമുക്കൊരു കറക്റ്റ് ഒരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അതേസമയം വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ വി ക്യാൻ മെഷർ ഇൻ സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫീറ്റ്, എന്തിൽ വേണേലും നമുക്കത് മെഷർ ചെയ്യാം. അതൊരു ക്വാണ്ടിഫയബിൾ ഡാറ്റയാണ്. അപ്പം ലവ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്, അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഇത്രത്തോളം ലവ് ഉണ്ടെന്ന് അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്താൽ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആകും എന്നാണ് ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്യുവർലി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. അവിടെ നമ്മുടെ പ്രയർ എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഇമോഷൻസ് അവിടെ ഓവർറൂൾ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ മുന്നിൽ കുറച്ച് ഡാറ്റ അവൈലബിൾ ആണ്. ആ ഡാറ്റ സയൻറ്റിഫിക്കലി അതിനെ നമ്മളെന്താ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. ആ ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ വേറെ ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഒന്നും അവിടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അപ്പോൾ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് ടെക്നിക് വിൽ ഹെൽപ്പ് ദ സക്സസ്ഫുൾ യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഫോർ മാനേജ്മെൻറ്റ് would help the organization in solving complex problem. അപ്പം ഇങ്ങനത്തെ കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം നമ്മൾ എക്സ്പീരിയൻസസിൻ്റെ ബേസിൽ മാത്രം ഒരു ഡിസിഷൻ എടുക്കുന്നത് പലപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു പ്രീവിയസ് ഒരു 2 or 3 ഇയേഴ്സിലെ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ, അതിൻ്റെ ബേസിസിൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? സയൻറ്റിഫിക്കലി ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിൽ കുറച്ച് ഡാറ്റയുണ്ട്, ആ ഡാറ്റേൻ്റെ ബേസിസിൽ മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിലാണ് അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് കൂടി നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ആ ഒരു എക്സ്പീരിയൻഷ്യൽ നോളേജ് വെച്ചിട്ട്, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ ഡിസിഷൻ എടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് ഈ സയൻറ്റിഫിക് ഡാറ്റ മാത്രമല്ല, ന്യൂമറിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നമ്മൾ നോക്കൂ കേട്ടോ. അപ്പം ക്വാളിറ്റേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പ്യുവർലി ഈ എക്സ്പീരിയൻസ് മാത്രം വെച്ചെടുക്കുന്നു എന്നല്ല അർത്ഥം. അവിടെ ന്യൂമറിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുക. അപ്പം അവിടെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് പോസിബിൾ ആണ്. കാരണം നമ്മൾ മൈൻഡ് പ്രോസസ്സാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ട് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയൊക്കെ ഔട്ട്പുട്ടുകൾ വരാം എന്ന് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഡിസിഷൻ എടുക്കുന്നത്. സോ ഇൻ സിമ്പിൾ ടേംസ്, മാനേജർ മസ്റ്റ് ഹാവ് ആൻ ഇൻട്യൂഷീവ് ഫീലിംഗ് ഫോർ ഹൗ ഡെസിഷൻസ് വിൽ പ്ലേ ഔട്ട് ഗിവൺ ദ നേച്ചർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഇൻറ്റ്യൂസീവ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ആർക്ക് വേണം? മാനേജർക്ക് വേണം. ഒരു പർപ്പസീവ് ആയിട്ടുള്ളൊരു തോട്ട്, അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും എന്ന് ഇവരെ പ്രയറായിട്ട് ഇവർ മുൻകൂട്ടി കാണണം. ഓക്കെ, അപ്പം അങ്ങനെ അത് എക്സ്പീരിയൻസ് വെച്ച് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് മുൻകൂട്ടി കാണുക എന്ന് പറയുന്നത്. അപ്പം ബിസിനസ്മാൻ എപ്പോഴും എന്തായിരിക്കണം? ഒരു ഫോർസൈറ്റഡ്നെസ് ഉള്ള ആളായിരിക്കണം നമ്മൾ പറയും. അപ്പം ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെ അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ മാർക്കറ്റ് ഷെയറിന് എന്തൊക്കെ സംഭവിക്കും എന്നത് നമ്മൾ മുൻകൂട്ടി കാണണം. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇൻറ്റ്യൂഷൻസ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. കൂടുതലും ഇൻറ്റ്യൂഷൻസ് ആണ് മാനേജറിനെ ലീഡ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ എന്താ സംഭവിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ ഇങ്ങനെ ഇൻറ്റ്യൂഷൻസിനൊന്നും ഒരു പ്രാധാന്യമില്ല. അവിടെ നമ്മുടെ പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻ എടുക്കുന്നത്.